റാന്നി താലൂക്ക് ആശുപത്രിയിൽ കൂട്ടപ്പിരിച്ചുവിടൽ. 25 താൽക്കാലിക ജീവനക്കാരെ UDF ഭരണസമിതി പിരിച്ചുവിട്ടു. 10 വർഷത്തിലധികമായി ജോലി ചെയ്യുന്നവരെയാണ് പിരിച്ചുവിടുന്നത്. സംഭവത്തിൽ പ്രതിഷേധവുമായി CPIM രംഗത്തെത്തി. CPIM നേതാക്കൾ ആശുപത്രിയിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ളവരെ ഉപരോധിക്കുന്നു. വിവരങ്ങളുമായി സുജു ടി ബാബു കൂടി ചേരുന്നുണ്ട്. സുജു ടി ബാബു, ഇപ്പോൾ ഈ താലൂക്ക് ആശുപത്രിയിൽ കൂട്ടപ്പിരിച്ചുവിടൽ എന്നാണ് അറിയാൻ കഴിയുന്നത്. അതായത് 25 താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിട്ടു എന്നാണ് നിലവിലുള്ള വിവരം. എന്താണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? അവന്തിയ, കൊച്ചിയിൽ നമ്മൾ കണ്ടതാണ്. കുത്തക കമ്പനി തൊഴിലാളികളെ പിരിച്ചുവിടുന്നു. അവർ ജോലിക്കെത്തുമ്പോൾ ജോലിയില്ലെന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ അല്ലെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിലുള്ള റാന്നി താലൂക്ക് ആശുപത്രിയാണ് മറ്റു തരത്തിൽ പിരിച്ചുവിടൽ. അതായത് കുത്തക കമ്പനികളെപ്പോലും ലജ്ജിപ്പിക്കുന്ന തരത്തിലാണ് ഇവിടെ പിരിച്ചുവിടലുണ്ടാകുന്നത്. എനിക്കൊപ്പം നിൽക്കുന്ന ഈ ജീവനക്കാരാണ്. ഇത് DTP ഓപ്പറേറ്റർമാരുണ്ട്, ഇലക്ട്രീഷ്യന്മാരുണ്ട്, സെക്യൂരിറ്റി ജീവനക്കാരുണ്ട്, പലരെയും പിരിച്ചുവിട്ടിട്ടുണ്ട്. ഈ DTP ഓപ്പറേറ്ററുടെയൊക്കെ അവരുടെ കരാർ പ്രകാരം ജനുവരി വരെ 2027 വരെ അവർ കാലാവധിയുള്ള ആളുകളാണ്. എന്നാൽ അവരിപ്പോൾ ജോലിക്ക് കയറേണ്ടെന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. നൈറ്റ് ഡ്യൂട്ടി ഉള്ളവരോട് വരേണ്ടത് പറഞ്ഞില്ലേ? അതെ, നൈറ്റ് ഇപ്പോൾ ചെയ്യുന്ന ആളോട് വരണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ ഡെയിലി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. ഞങ്ങൾ രാവിലെ കൗണ്ടർ വന്നപ്പം ഞങ്ങൾക്ക് പകരം പുതിയതായിട്ട് നിയമിച്ച ആൾക്കാരെയാണ് ഞങ്ങൾക്ക് കാണാനിടയായത്. അതെ, ഇല്ല, ഞങ്ങളോടൊന്നും നിലവിലൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ നിലവിൽ നൈറ്റ് ചെയ്യുന്ന ആളോട് പറഞ്ഞു പുതിയതായിട്ട് നിയമിച്ച ആള് ഇന്ന് നൈറ്റിന് വന്നോളാൻ പറഞ്ഞു. അപ്പം ഇന്ന് ഞങ്ങൾക്കൊന്നും തന്നില്ല, വരണ്ടെന്ന് പറഞ്ഞു. പുതിയതായിട്ട് നിയമിച്ച ആള് ഇന്ന് മുതൽ നൈറ്റ് ചെയ്താൽ മതിയെന്ന് പറഞ്ഞു. 9 വർഷം. 10, 15, 20 വർഷം ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഉണ്ട്. നല്ല 9 വർഷം. നല്ല പ്രായത്തിൽ വന്നു. ചേച്ചി എത്ര വർഷമായിട്ടോ? 15 വർഷമായിട്ട് ജോലി ചെയ്യുന്നു അല്ലേ? 18 വർഷം. ചേച്ചിയും പിരിച്ചുവിടൽ ഭീഷണിയിലാണ് അല്ലേ? എല്ലാവരും. അതാണ് 18 വർഷമായി ചേച്ചി ഒരു ജോലിയാണ്. നിങ്ങൾക്കൊന്നും നോട്ടീസ് നൽകിയിട്ടുമില്ല. ഇതാണ് അവന്തിക്ക് പ്രധാനപ്പെട്ട വിഷയം. ഈ സ്ത്രീകൾ ഉൾപ്പെടെ ഇവരുടെയൊക്കെ ഈ ചേച്ചിയൊക്കെ 18 വർഷം എന്ന് പറയുമ്പോൾ അവരുടെ നല്ല പ്രായത്തിൽ ഈ താലൂക്ക് ആശുപത്രിയിലേക്ക് വരുന്നു. ആയുസിൽ നല്ലൊരു പങ്കും ഈ ആശുപത്രിയിൽ സേവനം അനുഷ്ഠിക്കുവാണ്. ഇപ്പോൾ ഇവരെ കൂട്ടപ്പിരിച്ചുവിടലാണ് വിധേയമാക്കുന്ന. CPMന്റെ ഏരിയ സെക്രട്ടറി സുഭാഷോട് ചേരുകയാണ്. ഇതിനകത്ത് നമുക്ക് പറയാനുള്ള പ്രധാന കാര്യം, ഈ ആശുപത്രി കഴിഞ്ഞ 10 വർഷക്കാലമായിട്ടാണ് ഇത്തരം നല്ല രീതിയിലേക്ക് ഈ ആശുപത്രി മാറിയിട്ടുള്ളത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അധികാരത്തിൽ ഇരുന്നപ്പോൾ ആശുപത്രിക്ക് പുതിയ കെട്ടിടം, ആ കെട്ടിടം 8 നിലയിലുള്ള പുതിയ കെട്ടിടം നിർമ്മിക്കാനുള്ള ഉത്തരവ് കൊടുത്ത് അതിനുള്ള പണം കൊടുത്ത് കൂടുതൽ താൽക്കാലിക ജീവനക്കാരെ നിയമിച്ചുകൊണ്ട് ആശുപത്രിയുടെ പ്രവർത്തനം വളരെ സുഗമമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ആ സാഹചര്യമായി അട്ടിമറിക്കാനാണ് കേരളത്തിൽ അധികാരത്തിൽ വന്ന UDF സർക്കാർ. കേരളത്തിൽ നടത്തുന്ന വിസ്മയം പോലെ തന്നെ റാന്നിയിലും ബ്ലോക്ക് പഞ്ചായത്തും റാന്നിയുടെ MLAയും ചേർന്നുകൊണ്ട് ഇപ്പോൾ നിലവിൽ ജോലി ചെയ്യുന്ന 20 വർഷം 22 വർഷം വരെ ഈ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ജീവനക്കാരെ യാതൊരു മാനദണ്ഡവുമില്ലാതെ കഴിഞ്ഞ ദിവസം കൂടിയ HMC എടുത്ത പ്രധാനപ്പെട്ട തീരുമാനം കരാർ കാലാവധി കഴിയുമ്പോൾ പുതിയ ആളുകളെ നിയമിക്കാനാണ്. എന്നാൽ 179 ജനുവരി വരെ 2027 ജനുവരി വരെ കാലാവധിയുള്ള ആളുകളെ പോലും പിരിച്ചുവിടാനുള്ള വലിയ തീരുമാനമാണ് എടുത്തുകൊണ്ട് ഇപ്പോൾ ഇന്റർവ്യൂ നടത്തി പുതിയ ആളുകളെ നിയമിക്കാൻ പോവുകയാണ്. ആളുകളുടെ ജോലിയാണ് 131 ആളുകളുടെ ജോലിക്കാണ് ഭീഷണി. 131 ആളുകളുടെ ജോലിക്കാണ് ഇപ്പോൾ ഭീഷണിയുള്ളത്. 25 ആളുകളെ പിരിച്ചുവിട്ട് കഴിഞ്ഞു. ഇപ്പോൾ ഇവർ എടുക്കുന്ന പ്രധാനപ്പെട്ട തീരുമാനം ഈ ആശുപത്രി UDF ആളുകൾ മാത്രം വന്ന് ചികിത്സിച്ചാൽ മതി എന്ന രീതിയിലേക്ക് ഇവിടുത്തെ ഭരണ സംവിധാനം മാറ്റാനുള്ള ക്രമീകരണമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടു പോകുന്നത്. ഇതിൽ ഏറ്റവും വലുത് എന്നെനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്, ഈ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോടൊപ്പം റാന്നിയുടെ MLA പഴകുളം മധു, ഇവിടെ ഒരുപാട് MLAമാർ റാന്നിയിലുണ്ടായിരുന്നു. MC ചെറിയാനും അതുപോലെ തന്നെ ബിജിലി പനവേലി ഭൂത രാഷ്ട്രീയ രംഗത്തുണ്ടായിരുന്നു. ബിജിലി പനവേലിയും രാജു എബ്രഹാമും പ്രമോദ് നാരായണൻ അടക്കമുള്ള ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു. അവരൊന്നും എടുക്കാത്ത രീതിയിലുള്ള നിലപാടാണ് ഈ രംഗത്ത് ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് പറയുവാനുള്ളത്, ഇപ്പോൾ ഓണം വരികയാണ്. ഓണത്തിന് നമ്മളൊക്കെ പറയുന്നത് പോലെ മഹാബലി കേരളത്തിലേക്ക് എത്തുവാണ്. മഹാബലി കേരളത്തിലെത്തുമ്പോൾ ഈ MLA പഴകുളം മധു പുതിയ വിസ്മയം തീർത്തുകൊണ്ട് ഈ 130ഓളം വരുന്ന ജീവനക്കാരെ 3 അടി മണ്ണിലേക്ക് ചവിട്ടി താഴ്ത്താൻ വേണ്ടിയുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യം. ഒരു കാര്യം ചോദിച്ചിട്ട് അവസാനം, അതായത് നിങ്ങൾക്ക് ഓണം വലിയ ആശങ്കയിലാണല്ലേ? അതെ, ദാരിദ്ര്യാവസ്ഥയിലേക്ക് ശരിക്കും ഞങ്ങൾ ആശങ്കയില്ല.
ഓണം ഈ പ്രാണ കുളമാവുന്ന ഒരു അവസ്ഥയാണല്ലേ? ഇതിനകത്ത് വിധവമാരും കുട്ടികൾ മാനസിക വൈകല്യമുള്ളവരും അതുപോലെ പല ഈ ജോലി കൊണ്ട് പല ലോണുകളും ഒക്കെ എടുത്തവരൊക്കെയാണ്. അവരെയൊക്കെ ഒരു ദിവസം പെട്ടെന്ന് പറഞ്ഞിടുക എന്ന് നമുക്ക് അവർക്കൊക്കെ എന്ത് ചെയ്യുമെന്ന് അവർക്ക് തന്നെ അറിയത്തില്ല. ആത്മഹത്യയിലേക്ക് പോലും അവർ പറയും. അതുപോലെ കോവിഡ് സമയത്തൊക്കെ ഞങ്ങൾ ഒരു 550 രൂപയ്ക്ക് ഇവിടെ ഡെയിലി വേജസ് ജോലി ചെയ്തവരാണ്. ഞങ്ങൾക്ക് ഒരു അതാണ് ഞങ്ങൾ കോവിഡ് സമയത്ത് ഇവിടെ ജോലി ചെയ്തത്. ഒരു വീട്ടുകാരെയും കുട്ടികളെയും ഒന്നും കാണാൻ നിങ്ങൾ ആശുപത്രിക്ക് വേണ്ടി ജോലി ചെയ്തവരാ. നോട്ടീസ് പോലും തന്നിട്ടില്ല. അതുപോലെ തന്നെയായിരുന്നു. നമ്മളൊക്കെ എത്ര നാളെ ക്വാറന്റൈനിലിരുന്നു. സമയത്ത് ഉൾപ്പെടെ ഈ ആശുപത്രിക്ക് വേണ്ടി സുദീർഘമായ സേവനമനുഷ്ഠിച്ച ആളുകളെയാണ് ഒരു നോട്ടീസ് പോലും നൽകാതെ പിരിച്ചുവിടുന്ന നടപടി ഉണ്ടാകുന്നത്. വലിയ പ്രതിഷേധമാണ് CPIM ഏരിയ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ ആശുപത്രിയിൽ നടത്തിയത്. എന്തായാലും ഈ വിഷയത്തിൽ ശക്തമായ സമരമായിട്ട് മുമ്പോട്ട് വന്നാണ് CPIM ആശുപത്രിയിലെ ജീവനക്കാരും തീരുമാനിച്ചിരിക്കുന്ന അവധിക്കാം. സുജു, ഈ ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം അല്ലെങ്കിൽ പ്രതികരണം എന്തെങ്കിലും ലഭിച്ചിരുന്നോ? എന്ത് കാരണത്താലാണ് ഇവരെ ഒരു മുന്നറിയിപ്പും കൂടാതെ ഈ പിരിച്ചുവിടാനുണ്ടായത്? അതിൻ്റെ കാരണം എന്താണ്? ഈ കോറോ ഹെൽത്തിലൊക്കെ കൂട്ട പിരിച്ചുവിടൽ നമ്മൾ കണ്ടതാണ്. അവധിക്ക് ഈ കാര്യത്തിൽ നമ്മൾ അല്പസമയം മുമ്പ് ഈ സൂപ്രണ്ട് അടക്കമുള്ള ആളുകൾ പങ്കെടുത്ത ഒരു ഇൻ്റർവ്യൂ സമാന്തരമായി നടക്കുന്നുണ്ടായിരുന്നു. അത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തരത്തിലായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിനെ DYF ഉൾപ്പെടെയുള്ള ആളുകൾ ഉപരോധിക്കുകയും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിനോട് ഇക്കാര്യത്തിൽ വിഷയത്തിൽ സംസാരിക്കുകയും ചെയ്തു. നിങ്ങൾ അല്പസമയം മുമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഹോസ്പിറ്റൽ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിലാണ്. ബ്ലോക്ക് പഞ്ചായത്താണ് അതിൻ്റെ അധികാരികൾ. പ്രസിഡന്റോട് പറഞ്ഞ പ്രസിഡന്റ് എന്താണ് മറുപടി നൽകിയത്? ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിനോട് വളരെ കൃത്യമായി ഞങ്ങൾ ഡിമാൻഡുകൾ പറഞ്ഞു. മറുപടി നൽകിയത് അവരൊരു വളരെ നിരുത്തരവാദപരമായി വളരെ ധാർഷ്ട്യത്തോടുകൂടി തൊഴിലാളികളോടെല്ലാം വളരെ 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 ധാർഷ്ട്യത്തോടുകൂടിയാണ് അവർ സംസാരിച്ചത്. ഞങ്ങൾ പറഞ്ഞ ഡിമാൻഡുകൾ കാലാവധി കഴിയുന്നത് വരെ ഇവരെ നിലവിലെ തസ്തികയിൽ തന്നെ തുടരാനുള്ള അനുമതി ഉണ്ടാവണം. ഇവർക്ക് എല്ലാ ആളുകൾക്കും എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടാവണം. 2 മാസത്തെ ശമ്പളം മുൻകൂട്ടി കൊടുക്കണം. അവർ ഒരു മറുപടി പോലും പറയാതെ വളരെ ഏതോ കോൺഗ്രസിൻ്റെ നേതാവിനോട് അടുത്ത MLA ആരെയോ ഫോണിൽ സംസാരിച്ചതിന് ശേഷമാണ് ഈ മറുപടി അവർ പറഞ്ഞത്. വളരെ ധാർഷ്ട്യത്തോടുകൂടി അവർ പറയുകയാണ്. എന്നിട്ട് ഞങ്ങളെല്ലാം തള്ളി മാറ്റിക്കൊണ്ട് ഒറ്റ ഈ തൊഴിലാളികൾക്കിടയിലൂടെ ഇറങ്ങിപ്പോകുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. അവധിക്ക് ഞാനും പ്രതിഷേധം കണ്ടിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിന് കൃത്യമായ ഒരു മറുപടിയില്ല. പകരം എനിക്ക് വേറെ പരിപാടിയുണ്ട്, ഞാൻ പോകുവാണ്, അടുത്ത HMC ചർച്ച ചെയ്യാമെന്നാണ് പറഞ്ഞുകൊണ്ടാണ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടുന്ന് സ്ഥലം കാലിയാക്കിയത്. എന്തായാലും എനിക്ക് പിന്നിൽ കാണുന്ന ഈ തൊഴിലാളികൾ അവർ വലിയ സങ്കടത്തിലാണ്. അവരുടെ മുഖം നമുക്ക് കാണുമ്പോൾ അറിയാം. ഈ ഓണക്കാലമാണ്, മാത്രമല്ല 10, 18 വർഷം 9 വർഷം 8 വർഷമൊക്കെ ഒരു ആശുപത്രി ജോലി ചെയ്യുന്നു. കോവിഡ് സമയത്ത് പ്രളയ സമയത്ത് റാന്നി പ്രളയം ബാധിച്ചു നമുക്കറിയാവുന്നതാണ്. കോവിഡ് സമയത്ത് ഈ ഘട്ടത്തിലൊക്കെ ആശുപത്രിക്ക് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി നിന്ന ആ പ്രവർത്തകരാണ്, ആരോഗ്യ പ്രവർത്തകരാണ്, കോവിഡ് ബ്രിഗേഡീസാണ്. അവർ പോലും പറയുന്നത് കാലാവധി കഴിഞ്ഞ ശേഷം അവർക്ക് നോട്ടീസ് നൽകി അവരെ പറഞ്ഞു വിടാവുന്നതാണ്. എന്നാൽ കാലാവധി ജനുവരി വരെ നിൽക്കുമ്പോഴാണ് ഈ ആളുകളെ കൂട്ടത്തോടെ പിരിച്ചുവിടുന്നത്. വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം കൂടിയാണ് അവന്തിക. ശരി, സുജു ടി ബാബുവാണ് വിവരങ്ങൾ നൽകിയത്.